ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ന്യൂസ് കിച്ചൻ. ഇറ്റ്സ് മീ അനീസ. ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന പച്ചരി വെച്ചിട്ടുള്ളൊരു ദോശ റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് ഇത് മാവ് അടിച്ചുടനെ നമുക്ക് ചുട്ടെടുക്കാം, അല്ലാണ്ട് ഫെർമെൻറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ കൂടെ ഞാൻ ചില്ലി ചിക്കൻ, നാടൻ സ്റ്റൈലിലൊരു ചില്ലി ചിക്കൻ്റെ റെസിപ്പിയാണ്. ഇത് ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഒന്ന് കൊടുക്കാം കേട്ടോ. അപ്പോൾ ദോശ ചെയ്തെടുക്കാൻ വേണ്ടി ഞാനിവിടെ 2 കപ്പ് പച്ചരി ഒരു 3-4 മണിക്കൂർ വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ദോശ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇത് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ തലേന്ന് രാത്രിനെ വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വെക്കുക. ഡിന്നറായിട്ടാണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വെച്ചാൽ മതി. അതിന് ശേഷം ഇത് നന്നായിട്ട് തന്നെ ഒരു 3-4 തവണ അരി നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കി എടുക്കുക കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ചോറും കൂടി ചേർത്തിട്ടാണ് അരി അടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ അളവ് ഗ്ലാസ്. ഈ ലൈനാണ് ഞാൻ 1 കപ്പായിട്ട് കണക്കാക്കുന്നത്. ഇത് 250 ml ആണ്. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 3/4 കപ്പ് അന്നം, അതായത് ചോറ് എന്നുള്ള രീതിയിലാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ 2 കപ്പ് പച്ചരി എടുത്തുകൊണ്ട് ഞാൻ 1.5 കപ്പ് ചോറ് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അളവ് കറക്റ്റായിട്ട് തന്നെ ചേർക്കണം. അതായത് നമ്മൾ ചേർക്കുന്ന ചോറിൻ്റെ അളവ് കൂടിപ്പോയാൽ നമ്മളെ ദോശ പറ്റിപ്പോകും. അതായത് പാനിൽ നിന്ന് നമുക്ക് അടർത്തിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ചോറിൻ്റെ അളവ് കുറഞ്ഞു പോയാൽ നമ്മൾ ഈ ദോശ പൊട്ടിപ്പോകും. അപ്പോൾ കറക്റ്റ് അളവിൽ തന്നെ നമ്മൾ ഇതിന് ചോറ് ചേർക്കണം. 1 കപ്പിന് 3/4 കപ്പ് എന്നുള്ള രീതിയിൽ തന്നെ. ഇനി ഒരു സ്പൂണ് വെച്ചിട്ടോ കൈ വെച്ചിട്ടോ ഈ ചോറും അരിയും കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് 1-2 ബാച്ചായിട്ട് അടിച്ചെടുക്കുക. 2 ബാച്ചായിട്ടിൽ അടിച്ചെടുക്കലായിരിക്കും എപ്പോഴും നല്ലത്. അല്പം വെള്ളം കൂടി ചേർത്തെടുക്കാം കേട്ടോ. അപ്പോൾ അത്യാവശ്യം കുറച്ച് ലൂസിലാണ് ഇത് അടിച്ചെടുക്കേണ്ടത്. അടിച്ചെടുക്കുന്ന സമയത്ത് അല്പം വെള്ളം ചേർത്താൽ മതി. അപ്പോൾ പിന്നീട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചുട്ടെടുക്കുമ്പോൾ ചേർക്കാം. വെള്ളം കൂടിപ്പോയാൽ പിന്നെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ വെള്ളം ആവശ്യത്തിന് കുറച്ച് ചേർത്തിട്ട് പിന്നീട് നമുക്ക് ചുട്ടെടുക്കുന്ന സമയത്ത് ഈ മാവ് നേർപ്പിക്കണമെന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഒന്ന് പാനിലൊന്ന് ചുട്ടെടുക്കുന്ന സമയത്ത് ചുറ്റിക്കുമ്പോൾ നമുക്ക് ഈ ദോശ നല്ല കട്ടിയായി തോന്നുന്നുണ്ടെങ്കിൽ അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. അതായിരിക്കും നല്ലത്. കൂടിപ്പോയാൽ പിന്നെ ദോശയുടെ ടെക്സ്ചറൊന്ന് മാറിപ്പോവും. അത് പാനിൽ നിന്ന് എടുക്കാനൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ടാവും. അപ്പോൾ ഞാനിവിടെ 2 ബാച്ചായിട്ട് നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഫെർമെൻറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ അടിച്ചെടുത്ത ശേഷം ഒരു 10 മിനിറ്റ് മാറ്റി വെച്ചാൽ നല്ലതാണ്. അപ്പോൾ അതിനൊന്നും സമയമൊന്നും ഇല്ലെങ്കിൽ തന്നെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു 10 മിനിറ്റ് മാറ്റി വെച്ചാൽ അത്രയും നല്ലത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം അല്പം വെളിച്ചെണ്ണയും കൂടി ഇതിലേക്ക് ചേർക്കുക. വെളിച്ചെണ്ണ അല്പം മാത്രം മതി. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക. ഇനി നമുക്കിത് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ പിന്നെ ഇരുമ്പിൻ്റെ പാനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കതില്ലെങ്കിൽ സാധാരണ ഫ്രൈ പാനിലും ഇത് ചുട്ടെടുക്കാൻ പറ്റും. അപ്പോൾ ഇരുമ്പിൻ്റെ ദോശക്കല്ലാവുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റും അതിൻ്റെ ടെക്സ്ചറൊക്കെ മാറ്റം ഉണ്ടാവും. ഈ ഫ്രൈ പാനിലാകുമ്പോൾ നല്ല സോഫ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പം അല്പം വെളിച്ചെണ്ണ ഈ പാനിലൊന്ന് തൂക്കി കൊടുക്കുക. എന്നിട്ട് ഈ മാവൊന്ന് ഒഴിച്ചെടുക്കുക. അപ്പോൾ സാധാരണ നമ്മൾ ദോശ ഇട്ടെടുക്കുന്ന പോലെ പാനിലേക്ക് ദോശ ഒഴിച്ചിട്ട് തവി കൊണ്ട് ചുറ്റലല്ല, ഈ പാനിനൊന്ന് കൈവച്ച് ചുറ്റിയെടുത്തിട്ടാണ് ചെയ്തെടുക്കേണ്ടത്. ഇതേപോലെ പാൻ ഒന്ന് ചുറ്റിയെടുത്തിട്ട് വേണം എടുക്കാൻ. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഇതിൻ്റെ ഒരു ഭാഗം കുക്കായാൽ നമ്മിതൊന്ന് തിരിച്ചിട്ടെടുത്തിട്ട് അതിൻ്റെ മറുവശവും ഒന്ന് ചുട്ടെടുക്കുക. വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ നല്ല ടേസ്റ്റാണിത്. എല്ലാ നോൺ വെജ് കറിക്കും നല്ല മാച്ചാണ്. ചിക്കൻ, മട്ടൺ, ബീഫ്, ഫിഷ്, മുട്ടക്കറി ഒന്നല്ലെങ്കിൽ എല്ലാ വെജിറ്റബിൾ കറിക്കും നല്ലതാണ്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് സെർവ് ചെയ്യാം. ഞാനിവിടെ കൂടുതലായിട്ട് ഇതേപോലെ ഇരുമ്പിൻ്റെ ദോശക്കല്ലാണ് ചുട്ടെടുക്കാറ്. ഇതില്ലെങ്കിലാണ് നിങ്ങൾക്ക് ഞാനൊരു ഫ്രൈ പാൻ ഓപ്ഷനായിട്ട് തന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. അതേപോലെ തന്നെ ഈ ചില്ലി ചിക്കൻ്റെ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷനിലൊന്ന് കൊടുക്കാം. കാണാതെ കണ്ടു നോക്കൂ. കമൻസൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.